ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു DIY സൺക്രീമാണ്. നമുക്ക് ജസ്റ്റ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൺക്രീമിൻ്റെ വീഡിയോ ആണ്. ഇത് കുറച്ച് പേരെല്ലാം റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ സമ്മർ കൂടിയല്ലേ. പിന്നെ അതിന് നമ്മുടെ വീഡിയോയിലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേറ്റ് കുറച്ച് കാര്യം പറയാം. എന്താ വെച്ചാൽ സൺക്രീം നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന സൺക്രീമായിട്ട് ഈ ഒരു ക്രീം കമ്പയർ ചെയ്യുക വേണ്ട. കാരണം എന്താ വെച്ചാൽ അത് തരുന്ന അത്രയും കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ നമുക്ക് എനിവേ നമ്മൾ നാച്ചുറലി ചെയ്യുമ്പോൾ കിട്ടില്ല. അപ്പോൾ ഇതിന് അങ്ങനെ ഒരു ഫുൾ കവറേജ് വേണമെന്നുണ്ടെങ്കിൽ സിങ്ക് ഓക്സൈഡ് എന്നോ എന്താ പറഞ്ഞൊരു സംഭവം വാങ്ങിക്കാനായിട്ട് കിട്ടും. പക്ഷെ അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. അത് നമ്മൾ ഇതിൽ ആഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് നാൾ നീണ്ടു നിൽക്കാനും അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ കൂടുതൽ കിട്ടാനും നല്ലതാണ്. ഇപ്പം ഞാനിവിടെ കാണിക്കുന്ന ഈ ഒരു സൺക്രീമിന് നമുക്കൊരു SPF 20 വരെ എല്ലാം കിട്ടും. അതായത് ഒരു 2 hours നമ്മൾ വെയിലത്ത് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടും. അല്ലാണ്ട് വലിയ കവറേജ് ഒന്നും നമുക്ക് കിട്ടില്ല. അപ്പോൾ അതാണ്. സോ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. തന്നെ ഞാൻ ഒരു ചെറിയൊരു ബൗൾ എടുത്തിരിക്കുകയാണ് നമുക്ക് മിക്സ് ചെയ്യാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട്. എന്നിട്ട് അതിനകത്തോട്ട് ഞാൻ ആഡ് ചെയ്യുന്നത് സാൻഡൽവുഡ് പൗഡർ, നമ്മുടെ ചന്ദനത്തിൻ്റെ പൊടി വാങ്ങിക്കാൻ കിട്ടും. ഇപ്പം ഞാനിതിലിട്ടിരിക്കുന്നത് ചന്ദനവും അതുപോലെ തന്നെ മുൾട്ടാനി മിട്ടിയും കൂടി ഉള്ള രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ഒരു പൗഡറാണ്, ബഞ്ചാരാസിൻ്റെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് രണ്ടായിട്ട് മേടിച്ചിട്ടും യൂസ് ചെയ്യാം. മുൾട്ടാനി മിട്ടി ഒരു 1/2 സ്പൂണും നമ്മുടെ ചന്ദനത്തിൻ്റെ പൊടി ഒരു 1 ടീസ്പൂൺ ഇല്ലെങ്കിൽ 1.5 ടീസ്പൂൺ. പിന്നെ ഓയിൽ ആഡ് ചെയ്യണം. ഓയിൽ ആഡ് ചെയ്യുമ്പോൾ ഒരു 4 ഡ്രോപ്സോളം ഒക്കെ ഓയിൽ ആഡ് ചെയ്താൽ മതി. പിന്നെ ഇതിൻ്റെ SPF ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ, അതൊന്ന് നോക്കിയിരുന്നാൽ മതി. പിന്നെ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് വിറ്റമിൻ ഇൻ്റെ ടാബ്ലറ്റാണ്. എൻ്റെ എല്ലാ വീഡിയോസിലും ഉണ്ടല്ലോ ഇത്. അപ്പോൾ ഇത് രണ്ടെണ്ണം ഇല്ലെങ്കിൽ ഒരെണ്ണം, അത് നിങ്ങളുടെ ഓയിലി ഫേസ് ആണോ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് ഓയിലിൻ്റെ ആഡ് ചെയ്യുക. പിന്നെ അതിനകത്തോട്ട് ഞാൻ ആഡ് ചെയ്തത് അലോവേറയുടെ ജെല്ലാണ്. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യാൻ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ അലോവേറ ജെല്ലും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് കുക്കുംബറിൻ്റെ ജ്യൂസ് എല്ലാം ആഡ് ചെയ്യുന്നതൊക്കെ നല്ലതാണ് കേട്ടോ, നല്ല തണുപ്പൊക്കെ കിട്ടാനായിട്ട് നല്ലതാണ്. അതുപോലെ നമുക്ക് ഈ ഒരു പാക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഫ്രിഡ്ജിലൊരു 1 വീക്ക് ഒന്നും വേണ്ട, ഒരു 4 days അത്രയൊക്കെ മാത്രം വെച്ചാൽ മതി. കാരണം ഇത് നാച്ചുറലായിട്ട് നമ്മൾ ചെയ്യുന്നതാണല്ലോ, ഇതിലങ്ങനെ പ്രിസർവേറ്റീവ് ആയിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ലാസ്റ്റ് ഇത് ഞാനിത് എങ്ങനെയാണ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് മോയ്സ്ചറൈസ് ചെയ്യണം. ഏതെങ്കിലും നല്ലൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ട് ഞാനിവിടെ ലാക്ടോക്കലൈമിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കുറച്ച് ഡ്രൈ ആയിട്ടുണ്ടാവും. എൻ്റെ ഫേസ് ഓൾറെഡി ഡ്രൈ ആയതുകൊണ്ടാണ് ഞാൻ മോയ്സ്ചറൈസറും കൂടി നന്നായിട്ട് ചെയ്തത്. പക്ഷേ പിന്നെ ഈ ഒരു ക്രീം നമ്മുടെ നോർമലായിട്ടുള്ള സൺക്രീമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത് കേട്ടോ. അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അല്ലത്, എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ക്രീം തന്നെയാണ്. പിന്നെ ഇതൊരു നല്ലൊരു ടിൻറ്റഡ് ആയിട്ടുള്ള ഒരു കളറ് നമുക്ക് കിട്ടും. നമ്മുടെ ലോട്ടസിൻ്റെ ഒക്കെ പോലെ ഒരു ടിൻറ്റഡ് ആയിട്ടുള്ള ഒരു കളർ കിട്ടും. ഏകദേശം അതേപോലെ തന്നെ ടെക്സ്ചർ എനിക്ക് തോന്നി, പക്ഷെ അത്രയും ലൂസല്ല. പക്ഷെ ഇത് കുറച്ച് ടൈറ്റാണ്, അത്രയേ ഉള്ളൂ വ്യത്യാസം എനിക്ക് തോന്നിയത്. അപ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ. അപ്പോൾ അത് എന്നിട്ട് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമുക്കിത് ഒരു ജെല്ലായിട്ടുള്ള ജെൽ കൺസിസ്റ്റൻസി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. ഈ ചെറുചന വിത്ത് എന്ന് പറഞ്ഞൊരു സംഭവം വാങ്ങിക്കാൻ കിട്ടും, ഫ്ലാക്സ് സീഡ്സ്. അതിൻ്റെ ജെല്ല് നമ്മൾ എടുത്തിട്ട് അതിൻ്റെ കൂടെ ഇത് ഒന്ന് നമ്മൾ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ജെൽ കൺസിസ്റ്റൻസിയിൽ ഈ ഒരു സൺക്രീം കിട്ടും. അപ്പം ഈ സംഭവം ഈ സീഡ് നമുക്ക് പച്ചമരുന്ന് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പം ഞാൻ ഇവിടെ അടുത്തുള്ള 2 കടയിൽ ചോദിച്ചപ്പോൾ കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഓർത്തു, ഞാൻ ഇതുപോലെ തന്നെയായിരുന്നു പണ്ട് ചാർക്കോളിൻ്റെ ടാബ്ലറ്റ് അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. ഞാൻ എന്നിട്ട് ഒരുപാട് തപ്പിപ്പിടിച്ചാണ് അത് വാങ്ങിയത്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അത് എവിടെ നിന്ന് ചേച്ചി കിട്ടണേന്ന്. അപ്പോൾ അവർക്കത് അവൈലബിൾ അല്ല. അപ്പോൾ ഞാൻ ഓർത്ത് എനിക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്കും കിട്ടില്ലായിരിക്കുമല്ലോ. അപ്പോൾ പിന്നെ അവൈലബിൾ ആയിട്ടുള്ള കാര്യം വെച്ച് നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാമെന്നുള്ളത് കാണിക്കാമെന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ കണ്ടോ, നമുക്ക് കാണുമ്പോൾ ഒരു ചെറിയൊരു ടിൻറ്റഡ് കളറൊക്കെ ഫീൽ ചെയ്യുന്നില്ലേ? അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നന്നായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. എന്തെങ്കിലും സജഷൻസ് റിക്വസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ എന്നോടൊന്ന് പറയാം. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല വീഡിയോ തോന്നാന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കാം. മാത്രമല്ല ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ചാനൽ ഉണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്ന് പറയാനായിട്ട് നോക്കാം. പിന്നെ ആരെങ്കിലും ഇപ്പം എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് വേഗം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ടൊരു ബെല്ലൈക്കൺ വരും, അതും കൂടെ ഒന്ന് മറക്കാണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ കാണാനായിട്ട് പറ്റും.
സോ നമുക്ക് വീണ്ടും നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ടാറ്റാ.